ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 3.1-ലെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലംസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, കൺസെപ്റ്റ്സും അതേപോലെ ഫോർമുലാസും നല്ല പോലെ തറവായാലേ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ പ്രോബ്ലംസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും മറക്കണ്ട. കഴിഞ്ഞ വീഡിയോസിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. ഇനി പ്രോബ്ലത്തിലോട്ട് കിടക്കാം. എക്സസൈസ് 3.1. ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് 2, 5, 19, -7, 35, -2, 5/2, 12, √3, 1, -5, 17 ആണ്. ഇതിൽ 3 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ, അതേപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സും കുറച്ച് ജനറൽ എലമെൻറ്റ്സ് തന്നിട്ടുണ്ട്. A13, A21, A33, A24, A23. അതിൻ്റെ വാല്യൂസും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നതെങ്കിൽ അതെടുത്ത് എഴുതാം. അതായത് ഗിവൺ എ എന്ന മെട്രിക്സ് എഴുതാം. ഒപ്പം തന്നെ ആ മെട്രിക്സിൻ്റെ ജനറൽ ഫോമും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതാണ് ആ ജനറൽ ഫോം? മെട്രിക്സ് A11, A12, A13, A14, A21, A22, A23, A24, A31, A32, A33, A34 ആണ് ഈ ഒരു മെട്രിക്സിൻ്റെ ജനറൽ ഫോം. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്? 1, 2, 3 റോസ് ഉണ്ട്. എത്ര കോളംസ് ഉണ്ട്? 1, 2, 3, 4 കോളംസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 3/4 ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. കാരണം ഓർഡർ 3/4 കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 3 × 4 = 12 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ എ എന്ന മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇവിടെ എത്ര കിട്ടി? 12 ആണ്. ഇനി ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിലേതാണ്? A13, A21, A33, A24, A23യുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇനി ആ ഒരു മെട്രിക്സിൽ നിന്ന് A13യുടെ കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? 19. അപ്പോൾ A13 = 19. ഇനി നെക്സ്റ്റ് A21 ആണ്. A21 കറസ്പോണ്ടിങ് ആയിട്ട് 35 ആണ്. സോ A21 = 35. ഇനി നെക്സ്റ്റ് A33 കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? -5 ആണ്. സോ A33 = -5. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് A24 ആണ്. സോ A24ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഏതാ നിൽക്കുന്നത്? 12. സോ A24 = 12. ലാസ്റ്റ് വൺ ഏതാണ്? A23 ആണ്. സോ A23യുടെ വാല്യൂ എന്താണ്? 5/2 ആയിരിക്കും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഒരു മെട്രിക്സിൽ 24 എലമെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. എന്താണ് ആ 24 എലമെൻറ്റ്സിൻ്റെ പോസിബിൾ ഓർഡേഴ്സ്? അതേപോലെ തന്നെ 13 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ എലമെൻറ്റ്സിൻ്റെയും പോസിബിൾ ഓർഡേഴ്സ് എന്തായിരിക്കണം? അതാണ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പം ആൻസറിലോട്ട് കടക്കാം. ഇവിടെ ഇപ്പോൾ ആദ്യം നോക്കേണ്ടത് 24 എലമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള മെട്രിക്സിനെയാണ്. എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോർമുല? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ്. ഇനി ഇവിടെ ഒരു മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് 24 ആണ് തന്നിരിക്കുന്നത്. 24നെ ഏതൊക്കെ 2 നമ്പേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 24 കിട്ടാൻ നോക്കാം. ഇവിടെ ഫസ്റ്റ് 1 കിട്ടേണ്ടത് ഏതായിരിക്കണം? 1 എടുക്കാം. 1ഉം 24 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 24. സോ ഓർഡർ 1/24. അതായത് നമ്പർ ഓഫ് റോസ് 1ഉം നമ്പർ ഓഫ് കോളംസ് 24 ആണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഏത് നമ്പർ എടുക്കാനായിട്ട് സാധിക്കും? 2ഉം 12ഉം എടുക്കാം. 2ഉം 12ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 കിട്ടുക. സോ 2/12 ആണ് നെക്സ്റ്റ് ഓർഡർ. ഇനി നെക്സ്റ്റ് ഏത് നമ്പർ എടുക്കാനായിട്ട് സാധിക്കും? 3 എടുക്കാം. 3ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടേണ്ടത്? 24. സോ 3/8 ആണ് ഓർഡർ ആയിട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്പർ 4 എടുക്കാം. 4ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും 24 കിട്ടും. 4/6 ആണ് ഓർഡർ. എഗെയിൻ 6 എടുക്കാം. 6ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടും. സോ 6/4 ആണ് നെക്സ്റ്റ് ഓർഡർ എടുക്കേണ്ടത്. നെക്സ്റ്റ് 8 എടുക്കാം. 8ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ നമുക്ക് എന്ത് കിട്ടും? 24. സോ 8/3 ആണ് നെക്സ്റ്റ് ഓർഡർ. നെക്സ്റ്റ് 12ഉം 2 ആണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ 12ഉം 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 കിട്ടും. സോ 12/2 ആണ് ഓർഡർ. ലാസ്റ്റ് 24/1 ആണ്
ലാസ്റ്റ് ഓർഡർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പോസിബിൾ ഓർഡേഴ്സിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. എന്തൊക്കെയാണ് പോസിബിൾ ഓർഡേഴ്സ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 1/24, 2/12, 3/8, 4/6, 6/4, 8/3, 12/2, 24/1 ആണ് ഇവിടുത്തെ പോസിബിൾ ഓർഡേഴ്സ്. അതേപോലെ തന്നെ 13 എലമെൻറ്റ്സ് ആണെങ്കിൽ ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കണം? ഓർഡർ ഓഫ് എ മെട്രിക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാലോ, നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താ? 13 എലമെൻറ്റ്സിനെ ഏതൊക്കെ നമ്പേഴ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 1ഉം 13ഉം. സോ 1/13 ആണ് ഒരു ഓർഡർ. നെക്സ്റ്റ് ഓർഡർ നമുക്ക് 13ഉം 1 കിട്ടുള്ളൂ. കാരണം 13 × 1 ചെയ്യുമ്പോൾ എഗെയിൻ 13 ആണ് കിട്ടുക. സോ 13/1 ആണ് സെക്കൻഡ് ഓർഡർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ പോസിബിൾ ഓർഡേഴ്സിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ദ പോസിബിൾ ഓർഡേഴ്സ് ആർ 1/13 ആൻഡ് 13/1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് ഒരു മെട്രിക്സിൽ 18 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ് പോസിബിൾ ഓർഡേഴ്സ്? സോ ഇതേപോലെ തന്നെ 5 എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ സെയിം ജനറൽ ഫോർമുല തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്പേഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി ആൻസറിൽ ആദ്യം 18 എലമെൻറ്റ്സിന് ബേസ് ചെയ്തിട്ട് നോക്കാം. ഓർഡർ ഓഫ് എ മെട്രിക്സ് അറിയാലോ, ജനറൽ ഫോർമുല നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ്. ഇനി 18 എന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് 1 ഇവിടെ എടുക്കേണ്ടത് 1ഉം 18 ആയിരിക്കണം. സോ ഓർഡർ എന്താ വരേണ്ടത്? 1/18 ആണ്. ഇനി സെക്കൻഡ് ഓർഡർ എടുക്കുമ്പോൾ എന്തായിരിക്കണം? 2ഉം 9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 കിട്ടുക. സോ 2/9 ആണ് സെക്കൻഡ് ഓർഡർ. ഇനി നെക്സ്റ്റ് എടുക്കേണ്ടത് 3 ആണ്. 3ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 കിട്ടുക. സോ 3/6 ആണ് നെക്സ്റ്റ് ഓർഡർ എടുക്കേണ്ടത്. നെക്സ്റ്റ് നമുക്ക് 6 എടുക്കാൻ പറ്റുള്ളൂ. 6ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ 18 കിട്ടുള്ളൂ. സോ 6/3 ആണ് നെക്സ്റ്റ് ഓർഡർ ആയിട്ട് എടുക്കേണ്ടത്. 7ഉം 8ഉം ചെയ്യാൻ പറ്റില്ല. 9 എടുക്കാം. 9 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18 കിട്ടുക. സോ 9/2 ആണ് നെക്സ്റ്റ് ഓർഡർ. ലാസ്റ്റ് 9 കഴിഞ്ഞാൽ അതിന് ശേഷം 10, 11, 12 എക്സിട്ര 17 വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ലാസ്റ്റ് എന്തെടുക്കാൻ പറ്റുള്ളൂ? 18 എടുക്കാൻ പറ്റുള്ളൂ. 18ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടും. സോ 18/1 ആണ് ലാസ്റ്റ് ഓർഡർ. ഇനി ഈ ഓർഡേഴ്സിനെ എല്ലാത്തിനെയും നമുക്കൊന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് നോക്കാം. Therefore, the possible orders are, ഏതൊക്കെയാണ് ഇവിടുത്തെ പോസിബിൾ ഓർഡേഴ്സ് കിട്ടിയിരിക്കുന്നത്? 1/18, 2/9, 3/6, 6/3, 9/2, 18/1 ആണ്. ഇനി അതേപോലെ തന്നെ 5 എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിലോ ആ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കണം? 5 ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5 കിട്ടുക? 1ഉം 5ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 കിട്ടും. സോ 1/5 ആണ് എടുക്കേണ്ടത്. അതേപോലെ 5ഉം 1ഉം എടുക്കണം. 1/5ഉം 5/1 ആണ് കിട്ടിയിരിക്കുന്നത്. സോ പോസിബിൾ ഓർഡേഴ്സ് ആർ 1/5 ആൻഡ് 5/1 ആണ് പോസിബിൾ ഓർഡേഴ്സ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സസൈസ് 3.1 ബാക്കി പ്രോബ്ലംസ് നോക്കാം. താങ്ക് യു.